إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരേ സമയം അതുല്യമായ ഒരു ഇബാദത്തായി തീരുകയും അതേ സമയത്ത് തന്നെ സമൂഹത്തിന് ക്ഷേമവും ഐശ്വര്യവും നൽകുകയും ചെയ്യുന്ന ഇസ്ലാം നിശ്ചയിച്ച സുപ്രധാനമായ കർമ്മമാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്ത് നൽകുക എന്നുള്ളത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് നൽകൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായി നാം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങളിലാണ്. അതിൽ ഒന്ന് വ ഈതാഇസ് സക്കാ, സക്കാത്ത് നൽകുന്നതിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാം നിലനിൽക്കുന്നത് അയാൾ സക്കാത്ത് നൽകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന മിൻ തമാമി ഇസ്ലാമിക്കും അൻ തുഅദ്ദു സകാത അംവാലിക്കും. നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ നിന്നും നിശ്ചിത അളവ് അതിൻ്റെ സമയമെത്തുമ്പോൾ സക്കാത്തായി നൽകണം. അത് ഇസ്ലാമിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. സക്കാത്ത് നൽകാത്തവൻ്റെ ഇസ്ലാം അപൂർണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് ഈമാനിൻ്റെ സുപ്രധാനമായ ഘടകങ്ങളിലൊന്ന് സക്കാത്ത് നൽകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവർ? അവരുടെ ഒരു വിശേഷണമായി പറയുന്നത് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ധനത്തെ ശുദ്ധീകരിക്കുകയും സക്കാത്ത് നൽകുകയും അതിലൂടെ ഹൃദയത്തിൻ്റെ തസ്കിയത്തിന്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. അവർക്കാണ് വിജയം, അവർക്കാണ് സ്വർഗം എന്നാണ് ആ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ കൂട്ടുകാരനായി അറിയപ്പെടുന്ന, അതിൻ്റെ ഏറ്റവും അധികം കൂടെ നിൽക്കുന്ന ഇബാദത്തായി അറിയപ്പെടുന്നത് സക്കാത്താണ്. വ അഖീമുസ് സ്വലാത്ത വ ആതുസ് സക്കാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും വേണം. സക്കാത്തിനെയും നമസ്കാരത്തെയും ആരെങ്കിലും വേർപെടുത്തിയാൽ അവർ ദീനിനെയാണ് മാറ്റിമറിക്കുന്നത് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സക്കാത്ത് എന്നുള്ളത് നമസ്കാരത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. നമസ്കരിക്കുന്ന ആളുകൾ സക്കാത്ത് നൽകുകയും വേണം. പരിശുദ്ധ ഖുർആനിൽ 28ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തിൻ്റെ കൂടെ സക്കാത്തും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈമാനിനൊരു മധുരമുണ്ട്. ആ മധുരം ആസ്വദിക്കാൻ കഴിയുന്നത് സക്കാത്ത് നൽകുന്നവർക്കാണ് എന്ന് ഹദീസിൽ കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സലാസുൻ മൻ ഫഅലഹുന്ന തഅമ തഅമൽ ഈമാൻ. 3 കാര്യങ്ങളുണ്ട്, അതാരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ഈ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഈമാനിനൊരു മധുരമുണ്ട്, അത് ആസ്വദിക്കാൻ കഴിയുന്നത് 3 പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അദ്ദാ സകാത മാലിഹി ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു. തൻ്റെ ധനത്തിൽ നിന്ന് സകാത്ത് നൽകുന്ന ഒരാൾ, അതും എങ്ങനെയാണ് നൽകുന്നത്? ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു, നല്ല മനസ്സോടുകൂടി, ഒരു പ്രയാസവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ, അള്ളാഹു അത് നിർബന്ധമാക്കിയതിനോട് ഏതെങ്കിലും നിലക്കുള്ള അനിഷ്ടമില്ലാതെ, വളരെ നല്ല വിശാലമായ ഹൃദയത്തോടുകൂടി അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് സകാത്ത് നൽകുന്നതാരോ അവർക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. 5-മത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് രേഖപ്പെടുത്തപ്പെടുന്നത് സകാത്ത് നൽകുന്നവർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറഹ്മതി വസിഅത് കുല്ല ഷൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്, പക്ഷേ ഞാനത് പ്രത്യേകം രേഖപ്പെടുത്തും. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുക്കും ആരെ? ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ, വയുഅ്തൂന സകാത, സകാത്ത് നൽകുന്നവരെയും. അപ്പോൾ സകാത്ത് നൽകുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ റഹ്മത്തും ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 6-മതായി, സകാത്ത് നമ്മുടെ ധനത്തെയും നമ്മുടെ ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരുടെ ധനത്തിൽ നിന്ന് സകാത്ത് ശേഖരിക്കണം. അങ്ങനെ സകാത്ത് അവർ നൽകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തുതഹിറുഹും, അതിലൂടെ അവർക്ക് ത്വഹാറത്തുണ്ടാവുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധി ഉണ്ടാകുന്നു, അവരുടെ ധനം ശുദ്ധീകരിക്കപ്പെടുന്നു. വതുസക്കീഹിം ബിഹാ, അതിലൂടെ അവർക്ക് തസ്കിയത്ത്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണവും ആ ധനത്തിൽ വർധനവും ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ധനം ശുദ്ധീകരിക്കപ്പെടുന്ന, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്ന, നമ്മുടെ മനസ്സിന് തസ്കിയത്ത് ലഭിക്കുന്ന പ്രവൃത്തിയാണ് സകാത്ത്. സകാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ശുദ്ധീകരിക്കുകയും അതേപോലെ തന്നെ വർധനവുണ്ടാവുകയും ചെയ്യുക എന്നാണ് സകാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും. ആ നിലക്ക് നമ്മുടെ ധനത്തെ സകാത്ത് ശുദ്ധീകരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഷർറുകളുണ്ടോ, ഈ ഷർറുകൾ നീങ്ങിപ്പോവണമെങ്കിൽ സകാത്ത് കൊടുക്കണം. പല ആളുകളും അവരുടെ ധനം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്. ഒന്നുകിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ ബറക്കത്തില്ലാതെ പോയിക്കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ധനം നമുക്ക് തന്നെ വിപത്തായി മാറിക്കൊണ്ട് ധാരാളം ആളുകൾ പരീക്ഷിക്കപ്പെടുന്നത് പണം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ അദ്ദാ സകാത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറുഹു. ആരാണോ സകാത്ത് നൽകുന്നത്, ആ സകാത്ത് നൽകുമ്പോൾ ആ ധനത്തിൻ്റെ ഷർറ് അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. അപ്പോൾ ധനത്തിൻ്റെ ഒരു ഷർറായ അവസ്ഥയുണ്ട്, അതും നീങ്ങിക്കിട്ടുന്നത് സകാത്ത് കൊടുക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ ധനം കൊണ്ട് മനുഷ്യർ പരീക്ഷിക്കപ്പെടും. അത് ഇല്ലാതെയാവാൻ സകാത്ത് നൽകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 8-മതായി, ധനം, അതിൻ്റെ സകാത്ത് നമ്മൾ നൽകുമ്പോൾ കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അതിൽ വർധനവുണ്ടാവുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ. ഒരു സദഖയും ധനത്തെ കുറച്ചിട്ടില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. ഇത് നമ്മുടെ അഖീദയാണ്. 100 ദിർഹം ഒരാളുടെ കൈകളിലുണ്ടോ, 50 ദിർഹം അയാൾ സക്കാത്തായതല്ലെങ്കിൽ സദഖയായി നൽകുകയാണ് എന്ന് കരുതുക. എങ്കിൽ 100 കുറഞ്ഞ് 50 എന്ന് കരുതാൻ പാടില്ല എന്നാണ്. അങ്ങനെ 50 ആയിട്ടില്ല, അതിൽ വർധനവുണ്ട്, നമ്മളത് കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾ യാതൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം വെക്കും.
എന്ത് ചെലവഴിച്ചോ അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല റീപ്ലേസ് ചെയ്യും, അവിടെ പകരം വെക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല ഇരട്ടിയായി നൽകും. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുളഇഫൂൻ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നിങ്ങൾ സക്കാത്ത് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി ലഭിക്കുന്നതാണ്. സമ്പത്തിൽ വർധനവുണ്ടാകും, ബറക്കത്തുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്തിനാണത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എന്താണ് പ്രാർത്ഥന? ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ സക്കാത്തും സദഖയും നൽകാതെ പിടിച്ചു വെക്കുന്ന ആളുകളെ നീ പാപ്പരാക്കണമേ. ശ്രദ്ധിക്കുക, മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സക്കാത്ത് നൽകാത്തവരുണ്ടെങ്കിൽ, സദഖ നൽകാത്തവരുണ്ടെങ്കിൽ, ഹക്കായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാത്തവരുണ്ടെങ്കിൽ അറിയുക, പാപ്പരായി പോകും. കാരണം മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് എല്ലാ ദിവസവും ഭൂമിയിലേക്ക് അയക്കുകയാണ്. എല്ലാ ദിവസവും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മലക്കുകൾ റബ്ബിനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സക്കാത്ത് നൽകാത്തവർക്ക് ബറക്കത്തുണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. എന്നാൽ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ആരാണോ ചെലവഴിക്കുന്നത് അവർക്ക് നീ പകരം നൽകണേ. മലക്കിൻ്റെ പ്രാർത്ഥനയാണ്, അള്ളാഹു കേൾക്കും. അതുകൊണ്ട് തന്നെ ആര് ധനം ചെലവഴിച്ചോ അതിന് പകരം കിട്ടുക തന്നെ ചെയ്യും, ഒരിക്കലും അത് കുറഞ്ഞു പോവുകയില്ല. ഈ മഹത്തായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നാം സക്കാത്ത് നൽകുന്ന ആളുകളായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലഫുകൾ ശഅബാൻ മാസത്തിൽ അവരുടെ സക്കാത്ത് കണക്കാക്കി നൽകിയിരുന്നു. എന്തിനു വേണ്ടി? റമളാനിൽ വിശ്വാസികൾക്ക് സഹായകരമായി തീരാൻ വേണ്ടി. പരിശുദ്ധ റമളാൻ മാസത്തിൽ അത്താഴം കഴിക്കാനും നോമ്പ് തുറക്കാനും വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി ശഅബാൻ മാസത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു സലഫുകൾ. ആ നിലക്ക് സക്കാത്ത് അതിൻ്റേതായ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ തന്നെ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. സക്കാത്ത് നൽകാതെ നീട്ടിവെക്കുക എന്നുള്ളത് വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞ മേഖലകളിൽ ധനം ചെലവഴിക്കാതെ സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്ന ആളുകൾ, അഥവാ കറൻസി, അത് കൂട്ടിവെക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യാത്തവർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ്. എന്നിട്ട് ആ സ്വർണവും വെള്ളിയും നരകത്തിലിട്ട് ഉരുക്കിയതിന് ശേഷം അവരുടെ നെറ്റിത്തടങ്ങളിലും പാർശ്വങ്ങളിലും അവരുടെ മുതുകുകളിലും അള്ളാഹു കത്തിക്കുന്നതാണ്, പൊള്ളിക്കുന്നതാണ്. ലോഹങ്ങൾ കൊണ്ട് ശരീരത്തിൽ പൊള്ളലേൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ്. അതും നരകത്തിലാകുമ്പോൾ അതെത്രമാത്രം പീഡനമേറിയ അവസ്ഥയാണ് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ സക്കാത്ത് നൽകാതിരുന്നാൽ പരലോകത്ത് വമ്പിച്ച ശിക്ഷയാണ് എന്ന് മാത്രമല്ല, ഈ ദുനിയാവിലും ബറക്കത്ത് തടയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. നിങ്ങൾ സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ മഴ വർഷിക്കുകയില്ല. മഴ പെയ്യാതിരിക്കുന്നത് സക്കാത്ത് നൽകാത്തത് കൊണ്ടാണ്, അത് അതിൻ്റെ ഒരു കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോകത്തും പരീക്ഷണമുണ്ടാകും, പരലോകത്തും പരീക്ഷണമുണ്ടാകും സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ. അതുകൊണ്ട് ആ കാര്യം ഗുരുതരമായ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കുകയും ഗൗരവത്തിൽ അതിന് എടുക്കുകയും സക്കാത്ത് നൽകാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അത് നൽകുകയും ഏതൊക്കെ വർഷങ്ങളിൽ സക്കാത്ത് നൽകാതിരുന്നിട്ടുണ്ടോ അതൊക്കെ കടമായി വീട്ടിയിട്ട് സക്കാത്ത് നൽകി വീട്ടണം എന്നാണ് പറയാനുള്ളത്. എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏതെല്ലാം മുതലുകളിലാണ് കൊടുക്കേണ്ടത്, ഏത് സന്ദർഭത്തിലാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുക. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് അമലാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ കാര്യം നാം ഏവരും
ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.